ഹലോ, എല്ലാവർക്കും എന്നാ ഉണ്ടെന്ന് വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു? എല്ലാ ദിവസവും അടുക്കളയിലിട്ട് ഇളക്ക് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഓരോ ദിവസത്തെ റെസിപ്പി എടുത്തെടുത്തെടുത്ത് മാറ്റിയും മറിച്ചൊക്കെ ഇട്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് അങ്ങനെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. നല്ല മല്ലിയിലല്ലേ, നല്ല പച്ചയായിട്ടിരിക്കണം. ചില സ്ഥലത്ത് ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ തന്നെ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരുപാട് നാളായി പൊറോട്ട ഉണ്ടാക്കിയിട്ട്. അതിനായിട്ടുള്ളതാ മാവ് പിന്നെ നല്ല എണ്ണയിൽ കുളിപ്പിച്ചിവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഓടിച്ച് കാണിക്കുന്നതെന്നുള്ളൂ. അതിൻ്റെ കൂടെ ചിക്കൻ കറി എൻ്റെ കൊച്ചിൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ കടകളിലൊന്നും പൊറോട്ടകളൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ്, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവ് ഒരു 3 മണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷം ഉരുളകളാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ കറിയും വെച്ച് പോകണം കേട്ടോ. എല്ലാവരും ചോദിക്കും, ഈ പെണ്ണുങ്ങൾ അടുക്കളയ്ക്ക് അടിയാ 4 അടുപ്പിലും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് എങ്ങനെ? അത് നമ്മുടെ ഒരു കൈപ്പണിയല്ലേ. ഒരു കുന്നുണ്ടായിരുന്നു പാത്രം, എല്ലാം കഴുകി പെറുക്കി വെച്ച് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പരിപാടിയെല്ലാം ഒതുക്കി ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി കഴുകി. കാരണം ഇവിടെ വെച്ച് വേണം നമ്മുടെ പൊറോട്ടക്കുട്ടന്മാരെ ഇട്ട് ഉരുട്ടാനും ചതയ്ക്കാനും ഒക്കെ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പൊറോട്ട എങ്ങനെ അടിക്കണമെന്നൊന്നും അറിയില്ല. നമ്മൾ പിന്നെ ഈ ഹോട്ടലിലൊന്നും പണിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അലക്കുന്നത് പോലെ, നമ്മൾ അലക്കിയല്ലേ പരിചയമുള്ളൂ, നമ്മളിങ്ങനെ ഇട്ട് അലക്കുക. അപ്പോൾ എങ്ങനെ വരുന്നു അങ്ങനെ എന്ന പോലെ ഞാനിങ്ങനെ ചെയ്താണല്ലോ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ പൊറോട്ടയിൽ നമ്മൾ മാസ്റ്ററൊന്നുമല്ല എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഷീറിൻ്റെ ഒരു ഡയലോഗ്, അമ്മ ഇങ്ങനെയല്ല പൊറോട്ട ഉണ്ടാക്കേണ്ടത്, പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വേർത്തൊലിച്ചാൽ വേർപ്പെല്ലാം പൊറോട്ടയുടെ മാവിലോട്ടിട്ട് അതും കൂടെ കുഴച്ചുണ്ടാക്കണമെന്ന്. അവൻ്റെ ഒരു കാര്യം. എനിക്കറിയുന്ന പോലെ ഞാൻ പൊറോട്ട ഉണ്ടാക്കി കേട്ടോ. എളുപ്പപ്പണി എന്തൊക്കെയാണോ ആ സമയത്ത് എന്തൊക്കെയോ തോന്നുന്നത് അതൊക്കെ ഞാൻ ചെയ്യും. എന്നാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നന്നായി വരും കേട്ടോ. നമ്മൾ നല്ല മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ ഏത് ഫുഡും അത് നല്ല ടേസ്റ്റോടുകൂടി വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ഞാനിങ്ങനെ ഡോവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് മാവും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കറക്റ്റായിട്ടൊന്ന് എടുക്കണം. എന്നാലേ ആ ലെയർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിലേ നമ്മൾ ചപ്പാത്തി മാവ് പരട്ടണ പോലെ പരത്തി കഴിഞ്ഞാലേ അതിൻ്റെ ലെയർ പോവും. അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഇട്ട് ചുട്ടെടുത്തതിന് ശേഷം ഇവന്മാരെ ചൂടോടുകൂടി അടിച്ചെടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. എന്തായാലും ആ ചൂടോടുകൂടി അടിച്ചെടുത്താലേ ഇവന്മാരുടെ ലെയർ പുറത്തു വരുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ചപ്പാത്തി ആയിപ്പോയി. എൻ്റെ പിള്ളേരുടെ എൻ്റെ മൂക്ക് അവരങ്ങോട്ട് പൊട്ടിക്കും. അതുകൊണ്ടേ ചൂടോടെ വെച്ച് അവന്മാരെ അടിച്ചെടുക്കാമെന്ന് ഓർത്ത് രണ്ടും കൽപ്പിച്ച് അടിയടാ അടി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇവൾക്ക് എന്തിൻ്റെ കേടാ എന്നെ ഇങ്ങനെ ചെയ്തിട്ടിട്ട് അടിക്കേണ്ട വല്ല കാര്യമാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും അടിപൊളി ടേസ്റ്റും ആയിരുന്നു. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കഴിയാത്തതൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തും ചെയ്യാം, നമ്മളെക്കൊണ്ട് എന്തും പറ്റും. അങ്ങനെ പൊറോട്ടകൾ എൻ്റെ കാസറോളിൽ നിരന്നു. ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബും കൂടെ ചെയ്യുക.